എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ട്രെയിൻ സർവീസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തു നിന്നൊക്കെ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴത്തേനും മിക്കവാറും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്, പ്രത്യേകിച്ച് ട്രെയിനും ബസ്സും ഒക്കെ. അപ്പം ഏകദേശം സിമിലറാണ്, നാട്ടിലെ മെട്രോ യൂസ് ചെയ്യുന്ന പോലെ ഒക്കെ തന്നെ ഇവിടുത്തെ ട്രെയിൻ യൂസ് ചെയ്യുന്നത്. എങ്കിലും ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്ക് മിക്കവാറും ആൾക്കാരോടൊക്കെ ചോദിച്ച് കേട്ടൊക്കെ ആയിരിക്കും മിക്കവാറും പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ട്രെയിൻ സർവീസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പം ഇങ്ങനെ ഒരു കാർഡുണ്ട് ഇവിടെ, മൈക്കി കാർഡ്. മൈക്കി കാർഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ വിക്ടോറിയ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ യൂസ് ചെയ്യുന്ന കാർഡാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാർഡാണ് മൈക്കി കാർഡ്. അപ്പം വേറെ സ്റ്റേറ്റിൽ വേറെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, എനിക്ക് തോന്നുന്നത്. പക്ഷേ സിമിലറാണ് സംഭവം. അപ്പം ഈ മൈക്കി കാർഡ് നമ്മൾ റീചാർജ് ചെയ്യും. അപ്പം റീചാർജ് ചെയ്യുന്ന മെഷീൻസ് മിക്കവാറും തന്നെ ട്രെയിൻ സ്റ്റേഷൻസിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഷോപ്പിംഗ് മോൾസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാർഡ് അവിടെ കൊണ്ടുപോയി റീചാർജ് ചെയ്യും. അപ്പോൾ ഈ കാർഡ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതും ഇവിടുത്തെ ചെറിയ ഷോപ്സിലൊക്കെ ചോദിച്ചാൽ മൈക്കി കാർഡ് എന്ന് ചോദിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഈ ട്രെയിൻ സ്റ്റേഷൻസിൽ തന്നെ കസ്റ്റമർ സർവീസിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഈ കാർഡ് കിട്ടും. എനിക്ക് തോന്നുന്നു $6 ആദ്യം പേ ചെയ്യണം ഈ മൈക്കി കാർഡ് കിട്ടാനായിട്ട്. പിന്നെ പറയാനുള്ളത്, സെയിം കാർഡ് തന്നെ യൂസ് ചെയ്യാം ബസ്സിനാണെങ്കിലും ട്രെയിനിനാണെങ്കിലും, ഈ സ്റ്റേറ്റിൽ എവിടെ ട്രാവൽ ചെയ്യാനാണെങ്കിലും. അപ്പം ഞാൻ കാണിക്കാം, ഇത് റീചാർജ് ചെയ്യുന്ന മെഷീന് നമുക്ക് കാണാം. ഞങ്ങളിപ്പം ഇവിടെ അടുത്തുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേര് ക്ലെയ്റ്റൺ എന്നാണ്. അപ്പോൾ ക്ലെയ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അപ്പം അവിടുത്തെ ഇത് റീചാർജ് ചെയ്യുന്ന മെഷീൻ. ഇതാണ് നമ്മളുടെ മൈക്കി കാർഡ് റീചാർജ് ചെയ്യുന്ന മെഷീൻ. അപ്പം ഈ മെഷീനിനകത്ത് എങ്ങനെ റീചാർജ് ചെയ്യുന്നതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് വരും. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പം നമുക്ക് ക്യാഷ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ കാർഡ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് നമ്മുടെ മൈക്കി കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാനായിട്ട് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പം നമ്മുടെ മൈക്കി കാർഡ് യൂസ് ചെയ്ത് അവിടെ ടച്ച് ചെയ്യണം. അന്നേരം ഈ ഗേറ്റ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴും ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പം ഈ കാർഡ് ടച്ച് ചെയ്യണം. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്ത്. അപ്പം അകത്തോട്ട് കയറുന്നതിന് ടച്ച് ഓൺ ചെയ്യുക, പുറത്തോട്ട് ഇറങ്ങുന്നത് ടച്ച് ഓഫ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പം ഒരു പ്ലാറ്റ്ഫോമിലെത്തി. അത് കഴിഞ്ഞിപ്പം ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേയിൽ കാണിക്കും ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന ട്രെയിൻ ഇപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പം ഏതൊക്കെ സ്റ്റേഷൻസിൽ നിർത്തും എന്നുള്ളത് ഈ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഓരോ സ്റ്റേഷൻസിൽ നിർത്തും. അപ്പം ആ സ്ഥലത്തിൻ്റെ പേരും ഈ ഡിസ്പ്ലേക്കകത്ത് കാണിക്കും. നെക്സ്റ്റ് ട്രെയിനിൻ്റെ ഇൻഫർമേഷൻ ഇപ്പോൾ ഒന്നുകിൽ നമ്മളിപ്പോൾ കണ്ട ഡിസ്പ്ലേ കാണാം, അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ എന്ന ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രെയിനിൻ്റെ സമയവും ഡീറ്റെയിൽസും എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതൊക്കെ പറയാം. അപ്പം നമുക്ക് ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്യാം.
to Sakya. ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ട്രെയിൻ സർവീസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, ptv.week.au. അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ ഇവിടുത്തെ ഈ വിക്ടോറിയ സ്റ്റേറ്റ്, അതായത് മെൽബൺ ഉൾപ്പെടുന്ന വിക്ടോറിയ സ്റ്റേറ്റിലെ ഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് നിന്ന് കിട്ടും. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഫ്രം ആൻഡ് ടു ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ ടൈമും നമുക്ക് വേണ്ട ടൈം കൊടുക്കുകയാണെങ്കിൽ അതിനോടടുപ്പിച്ചുള്ള സർവീസസിൻ്റെ സമയമൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. അപ്പം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പം ട്രെയിനുണ്ട്, പിന്നെ ട്രാം ഉണ്ട്, ബസ്സുണ്ട്. അപ്പോൾ ഈ 3 സർവീസസിൻ്റെയും സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ബസ് സർവീസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഞങ്ങളൊരു വീഡിയോ താമസിയാതെ ഇടുമായിരിക്കും. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻ്റ് ഇട്ട് ഫീഡ്ബാക്ക് പറയണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി, താങ്ക് യു, ബൈ.